ഓരോ നീക്കവും വളരെ ബുദ്ധിപൂർവമായിരിക്കണം. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. 5 മാസം കൊണ്ട് ഞങ്ങൾക്ക് 5 മാസമായി ഞങ്ങൾക്ക് പെൻഷൻ വന്നിട്ട്. സത്യമാണോ ഈ പറയുന്നത്? ആദ്യം കറക്റ്റാ കിട്ടുമായിരുന്നു. പിന്നെ എല്ലാം 12-ാം തീയതി 2 മാസമായി, അതിന് പിറ്റേ മാസം പകുതിയാവുമ്പോൾ വരും. ഇതൊക്കെ എന്ത്? മുമ്പ് ഇതുപോലെ 3 മാസം 4 മാസം കൂടുമ്പോൾ 2 മാസത്തേരം ഇങ്ങനെ കുടിച്ചായിട്ട് വന്നു കൊടുക്കാൻ. കൊറോണ വന്നപ്പോൾ നമുക്ക് അതേ മാസത്തിൽ കിട്ടിക്കൊണ്ടിരുന്നു. ആശ്വാസമായി. അതിനുശേഷം ഇപ്പൊ ഓണം കഴിഞ്ഞ് പിന്നെ 2 മാസം 5 മാസമായി. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. തരുമ്പോ 1 മാസം 2 മാസത്തെ കിട്ടും. അതിനുശേഷം ഇപ്പൊ 5 മാസമായി. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഞങ്ങൾ ആരുടെടുത്തും പോകാനൊക്കില്ലായിരുന്നു, ആരുടെടുത്തും പോയിട്ടുമില്ല. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവൻ ഇപ്പം കാണിക്കുന്നത് തെണ്ടിത്തനാണ് കാണിക്കുന്നത്. അന്താറ് ഇന്താറ് 7 6 എന്നും പറഞ്ഞുകൊണ്ട് പിരിച്ചു പറക്കുന്ന ഈ പൈസ ഈ തെണ്ടിയിലെ മോൻ ഈ പാവപ്പെട്ട പിച്ച പൈസ കൊടുക്കാറുണ്ടവൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വേണമെങ്കിൽ റേഷൻ പോലും കൊടുക്കണില്ല, പെൻഷനും ഇല്ല, റേഷനും ഇല്ല, തൊഴിലുറപ്പ് പൈസയില്ല. ജനങ്ങളെ കൊന്നു തന്നെയാണ് അവൻ. ഇത് കേരളമാണ്. പിന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭർത്താവ് മരണപ്പെട്ട അവർക്ക് കിട്ടുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷനാണ്. ആ വിധവാ പെൻഷനിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം 2 മാസത്തെ പെൻഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇതുവരെ. ആണോ? 6 മാസത്തെ പെൻഷൻ മുടക്കം വരുമ്പോൾ ഇലക്ഷന്റെ സമയം ആകുമ്പോഴത്തേക്കും ഒരു 2 മാസത്തെ പൈസ കൊടുക്കുമായിരിക്കും. അത് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിപ്പിക്കാം. ഒരു 2 മാസത്തെ പെൻഷൻ കൊടുത്ത് അവരുടെ വാടപ്പിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാം. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.